ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എന്തായി കാണുന്നേ? ഞാൻ സംസാരിച്ചുകൊണ്ട് വ്ളോഗ് ചെയ്യുന്ന ആഫ്റ്റർ എ ലോങ് ടൈം കേട്ടോ. കുറേ നാളായിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ പ്രാവശ്യം സംസാരിക്കുമ്പോൾ മൈക്ക് കണക്ട് ചെയ്തില്ലെങ്കിൽ സൗണ്ട് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ മൈക്കൊക്കെ കണക്ട് ചെയ്യാനുള്ള ആ ഒരു മടിയൊക്കെ കൊണ്ടാണ് വോയിസ് ഓവർ വ്ളോഗ്സ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇത്രയും നാളായിട്ട് നിങ്ങൾ പറയല്ലേ ഹായ് പറഞ്ഞേ. നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് എങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കും? നമ്മളല്ല, ഞാൻ ഏകവചനം. അപ്പം ശരി, നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എനിക്ക് തന്നെ അറിയില്ല ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് പോകെ കാണാം. ഹായ് പറഞ്ഞേ. ഹായ്. കൊച്ചപ്പി എന്ത് കഴിക്കുന്നു? എന്ത് കഴിക്കുന്നു? ബനാന. ബനാന കൊള്ളാമോ? യമ്മിയാണോ? യെസ്. കൊച്ചപ്പി ഇന്ന് സ്കൂളിൽ പോവണ്ടേ? യെസ്. മിന്നോ. കൊച്ചിന്റെ സ്കൂളിന്റെ പേരെന്താ? സ്കൂളിന്റെ പേരെന്താ? ചമ്പക. ഓ വാവ്. കൊച്ചിന്റെ ടീച്ചർ പേരെന്താ? ധന്യ. കൊള്ളാല്ലേ? മിടുക്കി. ചാർലി എവിടെ പോയി? ഞാൻ നോക്കട്ടെ. ചാർലി എവിടെ പോയി കൊച്ചു? ചാർലി ഡാഡി. മൈക്കൊക്കെ വെച്ച് കഴിച്ചോണ്ട് പറയണ്ടേ? പാപ്പം പോവണ്ടേ? കൊച്ചി പാപ്പം കഴിക്കണമെന്ന് പറയണ്ടേ? നമ്മൾ എന്തുടുപ്പിടും കൊച്ചു? നമ്മൾ എന്തുടുപ്പിടുന്നു? പർപ്പിളല്ല, ഇന്ന് റെഡ് കളറാണെന്ന്. ബ്ലാക്ക് അല്ല, നമ്മളിന്ന് റെഡ് ആണ് ഇടാൻ പോകുന്നത്. ഓക്കെ അമ്മ. അമ്മക്ക് ആര് മുടി കെട്ടുന്നത്? അമ്മ. എന്നെ അമ്മ എന്നാണോ വിളിക്കുന്നത്? അമ്മ എന്നാണോ വിളിക്കുന്നത്? അതായത് അമ്മ എനിക്കറിഞ്ഞൂടാ. മമ്മി ഇത് വേണോ? വേണം. പിന്നെ മുടി കെട്ടണ്ടേ? പിങ്ക് വേണം. പിങ്ക്. അമ്മ മുടി കെട്ടിക്കോട്ടെ. അനങ്ങല്ലേ. അനങ്ങല്ലേ കൊച്ചു. അയ്യോ, എന്റെ ഫോൺ ഇരിക്കുന്നു അമ്മ. എന്റെ ഫോൺ ഇരിക്കുന്നു കേട്ടോ. ആര് വിളിക്കുന്നു കൊച്ചു? മമ്മ. അയ്യോ മമ്മ. എന്തോ ഹലോ കൊച്ചു, തിരിഞ്ഞേക്ക്. ശരി, ബൈ. ഒന്നും പറഞ്ഞില്ലല്ലോ, മമ്മയടുത്ത് കാര്യം പറഞ്ഞില്ലല്ലോ. കൊച്ചു പറ, മമ്മയടുത്ത് കാര്യം പറ. മിന്നി സൂമിക്കത്തെ. ശരി, ബൈ. ഓക്കെ ബൈ. കൊച്ചേബി സ്കൂളിലെ ഫ്രണ്ട് ആരാ? ഡൈന. അത് ടി വി കാണുന്നല്ലേ. കൊച്ചേബി സ്കൂളിലെ ഫ്രണ്ട് ആരാ? ചമ്പക. അത് സ്കൂളിന്റെ പേര്. കൊച്ചേബിയുടെ ഫ്രണ്ടിന്റെ പേരെന്താ? കൊച്ചേബിയുടെ ഫ്രണ്ട് സ്വദേശാന. അത് കൊച്ചേബിയുടെ പേരല്ലേ. കൊച്ചേബിയുടെ ഫ്രണ്ടിന്റെ പേരെന്താ? കൊച്ചേബിയുടെ ഫ്രണ്ട് ആരാ? മമ്മ പറ. മമ്മക്ക് അറിഞ്ഞൂടാ, അതല്ലേ മമ്മ ചോദിക്കുന്നത്. കൊച്ചേബിയുടെ ഫ്രണ്ട് ആരാ? വന്ന് റാഡോ അല്ലേ? വന്ന് പറ, കൊച്ചേബിയുടെ ഫ്രണ്ട് ആരാ? കൊച്ചി. ഞാൻ പാപ്പ ഉണ്ടാക്കട്ടെ. ഇഷങ്കാണോ കൊച്ചേബിയുടെ ഫ്രണ്ട്? അപ്പൊ ഇഷങ്കെന്ന് പറ. കൊച്ചി വീണ്. പോവാം, സ്കൂളിൽ പോവാം. ശരി എന്നാ എല്ലാവരും പറഞ്ഞേ, ഞാൻ സ്കൂളിൽ പോയിട്ട് വരാമേ പറഞ്ഞേ. ഞാൻ സ്കൂളിൽ പോയിട്ട് വരാമേ. അമ്മയടുത്തല്ല, അവിടെ പറ. ഞാൻ സ്കൂളിൽ പോയിട്ട് വരാമേ. ബൈ. പറഞ്ഞോ? ബാ.
അതി അങ്ങനെയില്ല, മമ്മ കാണിച്ചു തരാം. അങ്ങനെ ആക്കി കാണിച്ചു കാണിച്ചു മമ്മ കിട്ടുക കൊച്ചേപ്പി മമ്മ കിട്ടുക. കൊച്ചു മമ്മ ആക്കിക്ക്. തൊട്ടപ്പുറത്താണ്. ആ ഫൈൻ. ഇവിടെ നിന്ന് തൊട്ടപ്പുറത്തല്ലേ സ്കൂൾ, അതുകൊണ്ട് വലിയ മേക്കപ്പിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഒരു ഉടുപ്പിട്ടുണ്ടെന്ന് പോവാ, അത്രേ ഉള്ളൂ. ഇന്ന് കൊച്ചേപ്പിയെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരാൻ പോണത് ആശമ്മയാണ്, ഞാനല്ല. കൊച്ചേപ്പി ഇന്ന് ആശമ്മ വിളിക്കാൻ വരും കേട്ടോ കൊച്ചു. ആശമ്മ സ്കൂളിൽ നിന്ന് വിളിക്കാൻ ആശമ്മ വരും. ആശമ്മയുടെ കൈ ഇങ്ങനെ പേടിച്ച് കൊച്ചേപ്പി നടന്ന് നടന്ന് വരും കേട്ടാ കൊച്ച്. ഓക്കെ ആണോ? മമ്മ ഇപ്പൊ വരും, പിന്നെ ഉച്ചയ്ക്ക് ആശമ്മ വരും. ഓക്കെ ആണോ? കൊച്ചെവിടെ ചെരുപ്പ് എവിടെ പോയി? നമുക്ക് ഈ ചെരുപ്പിടാം. യെസ്, ഇത് നല്ല ചെരുപ്പ്, ഇതിടാം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ബാ ബാ ഇവിടെ വാ. റാഡോ റാഡോ ചുമ്മാ ഇരിക്ക്. ഓ ഇനി കൊച്ചി പോയിട്ട് വരാം. എന്നെ കൊച്ചി ആയിട്ട് പോയിട്ട് വരാമേ. കോഴി പോവാനേ. ബൈ. വെയിലുണ്ടോ? വെയിലുണ്ടോ? ഷാഡോ ആദ്യം റാഡോ എന്നിട്ട് ബർപ്പിക്കുന്നതിൽ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല. സാധാരണ കൊച്ചേപ്പിയെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ട് വന്നിട്ട് ഇവന്മാരുടെ കൂടെ ഇരിക്കുന്ന സമയമാണ് കൂടുതൽ സമയം എൻസോടെ ലൈക്കയുടെ കൂടെയാണ്. പക്ഷേ ഇന്ന് ഒരു സ്ഥലത്തോട്ട് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഇന്ന് കുറച്ച് സമയം ഇവന്മാരുടെ കൂടെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ബർഫിക്കും നൈലയ്ക്ക് റാഡോക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഇവരെ ജസ്റ്റ് ഒന്ന് തുറന്നു വിടാം, എന്നിട്ട് നമുക്കൊരു സ്ഥലം വരെ പോവാം. ഇത് എത്ര നാളായിരുന്നു ചേട്ടാ നമ്മൾ നട്ടിട്ട്? 1 ഇയറായി കാത്തിരിക്കണം അരിഞ്ചേട്ടൻ, നാരകത്തിനായിട്ട് കാത്തിരിക്കുന്ന അരിഞ്ചേട്ടൻ. നാരകം ഇട്ട് വരണമില്ല, എന്നാ ബട്ടർഫ്ലൈ ഇഷ്ടം പോലെ പറഞ്ഞു. ബാ ബാ ശരി. വിശന്നിരിക്കുന്നതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ലൈറ്റ് എൻസോയൊക്കെ ഒന്ന് തുറന്നു വിടുവാണ്. എൻസോയ്ക്ക് മെഡിസിനും കൊടുക്കാനുണ്ട്. അപ്പം ദേവി എന്നെ വിളിച്ചിരുന്നു. ഞാനും ദേവിയും കൂടാണ് ഒരു സ്ഥലത്തോട്ട് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ദേവിക്കാണെങ്കിൽ എൻസോയെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ദേവി പറഞ്ഞതിന് മുന്നേ എൻസോയെ തിരിച്ച് കൂട്ടി കയറ്റണം, അത്രയ്ക്കേ ഉള്ളൂ. നമുക്ക് എൻസോയ്ക്ക് ഫുഡ് കൊടുക്കണത് മെഡിസിൻ കൊടുക്കണതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം. നമ്മളിവിടെ സ്ഥിരമായിട്ടൊരു പരുന്ത് വരും, നിങ്ങൾ ഇൻ്റർവ്യൂവിലൊക്കെ കണ്ടു കാണും. ആ പരുന്തിന് ഞാൻ എന്താ ഫുഡ് കൊടുക്കാൻ പോവാണ്. പരുന്തിന് ഈ വീഡിയോയിൽ കിട്ടുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഞാൻ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
നമുക്ക് നോക്കാമേ. കിട്ടിയോ എന്തോ ക്യാമറയിൽ. പക്ഷേ ഒരു അത്യാവശ്യത്തിനാണെങ്കിൽ എനിക്ക് വിസിലടിക്കാൻ വരികയില്ല. ഈ അർജുൻ ചേട്ടനാണെങ്കിൽ ഈ സൗണ്ടൊക്കെ ഉണ്ടാക്കിയാണ് ഇതിനെ വരാൻ പഠിപ്പിച്ച് വെച്ചേക്കുന്നത്. എനിക്കാണെങ്കിൽ അത് ഉണ്ടാക്കാനും പറ്റൂല. ഒരു കഷ്ണം എടുത്തോണ്ട് പോയി, ഒരു കഷ്ണം ഇപ്പോഴും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ആ അതാ വരുന്നേ. ഷോട്ട് കിട്ടിയാ. പണ്ട് ഈ എൻസോയ്ക്ക് മരുന്നൊന്നും കഴിക്കാൻ ഒരു മടിയും ഇല്ലായിരുന്നേ. ഈ ഇടയായിട്ടാണ് അവന് മരുന്നൊക്കെ കഴിക്കാനൊരു മടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് പാടാണ്. ഫുഡിൽ ഒളിപ്പിച്ചൊക്കെ വെച്ച് നൈസായിട്ടൊക്കെ കൊടുക്കണം മരുന്ന്. ബാ. ഇപ്പോൾ റീസെൻ്റ്ലി അവന് വൊമിറ്റിങ് വന്നപ്പോഴത്തേക്കും തന്ന മെഡിസിൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഒരു ഗട്ട് പൗഡർ ഉണ്ട്. ഇത് അതിന് ഒട്ടും താല്പര്യമില്ല കഴിക്കാൻ. മറ്റേ പൊടി പോലെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ഭയങ്കര ഇറിറ്റേഷനാണ് ഇത് കഴിക്കാൻ പറയണത് തന്നെ. വാ എൻസോ ഇങ്ങ് വാ. മനസ്സില്ല മനസ്സോടെ വരുവാണ്. വാ പേടിക്കാതെ എൻസോ. ആ കാണിച്ചേ. ആ ആ മരുന്ന് കൊടുത്തുകൊണ്ട് പിണങ്ങിപ്പോയിരിക്കുവാണ് കേട്ടോ. അവന് ഇഷ്ടമല്ലാത്തൊരു സാധനം ചെയ്തുകൊണ്ട് അവന് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്തിട്ട് അവനെ കൂട്ടിക്കയറ്റാം. അവന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അവന് ബോൾ കളിക്കുന്നത്. അപ്പോൾ യൂഷ്വലി ബോൾ കളിപ്പിക്കുന്ന അർജുൻ ചേട്ടനാണ്. കാരണം എനിക്കത്ര ആരോഗ്യമില്ല. ഒന്നാമത് ബാക്ക് പെയിൻ ഒക്കെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഞാൻ കുറച്ച് വീക്കാണ്. ഈ വാക്കിംഗ്, ട്രെയിനിങ്, ബോൾ കളിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള സംഭവമൊക്കെ അർജുൻ ചേട്ടനാണ് ചെയ്യുന്നത്. കണ്ടോ ബോൾ കണ്ട അപ്പം പുഷ്പാന ഫയർ എന്ന് പറഞ്ഞ പോലെ എൻസോ ഫയറാണ് ബോൾ കണ്ടു കഴിഞ്ഞു. ഞാനേ ഇതൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഇൻ്റർവ്യൂവിന് ദേവി ശേഖർ എന്ന് പറഞ്ഞ പുള്ളിക്കാരി ആങ്കർ വന്നില്ലേ, പുള്ളിക്കാരി ഗിഫ്റ്റ് ചെയ്ത ബോളാണ് കേട്ടോ. ഇതിനിവിടെ അടിയും പിടിയും ബോളാണ് നമ്മുടെ എല്ലാ പട്ടിക്കുട്ടികളും. ബാ 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 ഇങ്ങ് വാ ഇങ്ങ് വാ എൻസോ. ഇവിടോ ഇവിടോ ബാ ബാ. ഡേ ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഗുഡ് ബോയ്, ഗുഡ് ബോയ് എൻസോ, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ബാ ഗുഡ് ബോയ്. ബാ ബാ ബാ. പെട്ടെന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. മൈക്ക് കണക്ഷനുള്ള ഗ്യാപ്പ് ഇട്ടില്ല. ദേവി വന്നിച്ചു. ശ്രദ്ധിച്ചോടെ ദേവിക്ക് ലിപ്സ്റ്റിക് ഇല്ല ഗൈസ്. ഞങ്ങൾ ഇവിടെ നിന്ന് ക്യാമറ തുടക്കട്ടെ. നമ്മൾ നേരത്തെ കണ്ടില്ല ലിപ്സ്റ്റിക് ഇല്ലാതെ വീഡിയോയിൽ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട്. ഇത് വരുമോ? വരും. ഞങ്ങൾ പോയിട്ട് വരാം. ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന്. ഞാൻ ഈ ഞൊണ്ടി നടക്കുന്നതിൻ്റെ ഒരു ചെരുപ്പ് കിട്ടി, ഒരു ചെരുപ്പ് കിട്ടിയില്ല. ഞങ്ങൾ നെയിൽ ചെയ്യാൻ വേണ്ടി ഡി ആർട്ടിസ്ട്രിയിലോട്ട് പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ. പൊക്കോണ്ടിരിക്കുകയല്ല, വീട്ടിൽ നിൽക്കുകയാണ്. ഇനി ഇറങ്ങണം. അവിടെ ചെല്ലുമ്പോഴത്തേക്കും താരച്ചേച്ചി നമ്മൾ ഓടിച്ചെടുമിക്കുമാറും. ലേറ്റായിപ്പോയി. പിന്നെ പോയി നെയിലൊക്കെ ചെയ്യണം. ദേവി കളർ ഫിക്സ് ചെയ്താ. ഞാൻ ഇപ്പോഴും കൺഫ്യൂഷനിലാണ്. അവിടെ പോയിട്ട് അവസാനം അന്തിമ തീരുമാനത്തിലെത്താം. ഓക്കെ ഗൈസ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴൊക്കെ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മളെത്തിയ സ്ഥലം
കൊല്ലരുത്. എപ്പോൾ ഞാൻ ഇവിടേക്ക് വരും, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഐലാഷും ദേവിക്ക് എന്തോ ഐബ്രോയും ചെയ്യണം. ദേവിക്ക് ഐലാഷ് ചെയ്യാൻ താല്പര്യമുണ്ടോ? മൈക്രോ ബ്ലേഡിങ് ചെയ്താൽ പിന്നെ ഇങ്ങനെ ഐബ്രോ വരയ്ക്കേണ്ടി വരില്ലല്ലേ. നമ്മളെപ്പോൾ ഈ റൂമിലേക്ക് വരും? എന്നാലും ആദ്യം വന്ന കാര്യം ചെയ്തിട്ട് പോവാം. നല്ല മനോഹരമായിട്ട്. ദേവിയുടെ നെയിൽസിന് പ്രത്യേകിച്ച് ഒന്നും പറ്റിയിട്ടില്ല, കാണുന്നില്ല കേട്ടോ. ആ ഇച്ചിരി വളർന്നിട്ടേ ഉള്ളൂ, പക്ഷെ എല്ലാം ഉണ്ട്. എൻ്റെ ഉണ്ട്. എന്തൊരു ശോകമല്ലേ, രണ്ടെണ്ണക്കേ ബാക്കിയുള്ളൂ. കാല് നോക്കട്ടെ, കാല് ഒരു കുഴപ്പമില്ല. ഇത് നോക്ക്, കുറെ നഖമൊന്നുമില്ല. അങ്ങനെ നീ പട്ടിയെ വളർത്തണില്ലല്ലോ. ഞാനും മറ്റേ ജോലി ബാക്കി പാത്രത്തേക്ക് അങ്ങനെയൊന്നും ഞാൻ ചെയ്യണില്ല. പട്ടിയെ നോക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഇതൊക്കെ പോകുന്നത്. ഞാൻ താരച്ചേച്ചി ചോദിച്ചത് എൻ്റെ ഒരു ജീവിത രീതിക്ക് ഈ നഖം പറ്റൂല. ഇപ്പം താരച്ചേച്ചി വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്ന് അത് സൗഭാഗ്യക്ക് ചേരുന്ന പണിയല്ല. പക്ഷെ ഞാൻ ഇപ്രാവശ്യം കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിക്കും. ദേവിയെ ഫോക്കസ് ആവണില്ല. ആ തുടങ്ങാം. ഹായ്. നമ്മൾ മറ്റേ എക്സാമൊക്കെ എഴുതാൻ നിൽക്കണ പോലെ ഓരോരുത്തർ ഓരോ സീറ്റിലൊക്കെ ആയിട്ടിരിക്കുവാണ്. മറ്റേ കളർ സാധനം ഉണ്ടെങ്കിൽ നമുക്കിപ്പം സെലക്ട് ചെയ്യായിരുന്നല്ലേ. പാവം ഞാൻ കുന്നോളം മോഹവുമായിട്ട് വന്നു കയറിയ ഞാൻ ഒറ്റ വാക്കിൽ ഞാൻ എല്ലാ പ്രതീക്ഷയും അവസാനിപ്പിച്ചു. പട്ടിയെ വേണോ നഖം വേണോ എന്നൊക്കെ എൻ്റെ അടുത്ത് തീരുമാനിക്കാൻ പറയും. അതെ, ഓപ്ഷൻ കൊടുത്തേക്കോ. മണിക്കുട്ടി ഓടിത്തുടങ്ങും. അതുകൊണ്ട് ഇത് ദേവി മാത്രമേ ചെയ്യുന്നുള്ളൂ. കാണിച്ചു കൊടുക്കും ദേവി. എന്റെ വീട്ടിൽ വന്ന് പട്ടിയെ തടവിട്ട് ദേവി സൂപ്പറായിട്ട്. ഇത് അന്ന് വന്ന് എടുക്കാൻ പറഞ്ഞെങ്കിൽ അന്നേ നമുക്ക് നഖം ചെയ്യാം. എന്ത് ചെയ്യാം. ഹായ് മെർമെയ്ഡ്. വീഡിയോയിൽ കാണുന്നതിനെക്കാളും നേരിട്ടാണ് ഭംഗി കൂടുതൽ. നിരാശപ്പെടുത്തുന്നൊരു ദിവസമായി പോയി. എന്നാലും ഡീറ്റെയിൽസ് ഞാൻ വീട്ടിൽ പോയിട്ട് പറയാം. മൈക്കൊക്കെ കണക്ട് ചെയ്തിട്ട് പറയാം. എനിക്ക് നെയിൽ ചെയ്യാൻ പറ്റില്ല. ദേവി നെയിൽ ചെയ്തു. കാണിച്ചു തരുമോ? ഐ ലവ്ഡ് ഇറ്റ്. സൂപ്പർ കളർ. കൈ മാത്രമാണ് ഇന്ന് ചെയ്തത്. കാല് നമ്മൾ ഒരു ദിവസം കൂടെ വന്നിട്ട് ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ 2 വഴിക്ക് പോവുകയാണ്. ഞാൻ യൂബറിലും ദേവി നേരെ ലോട്ടറി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബായ്. എൻ്റെ ദേവിയെ നമുക്ക് വൈകിട്ട് കാണാം. ഞാൻ പുറത്തോട്ട് പോയപ്പോഴത്തേക്കും മൈക്ക് എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാത്തത്. ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും മോള് ഉറക്കമായിട്ടോ. ഇന്ന് ആശമയാണ് സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് വന്നത്. ഉറങ്ങിപ്പോയി. എന്താണ് സംഭവം? ഇന്ന് നെയിൽ ചെയ്യാനായിട്ട് വലിയ പ്രതീക്ഷയോടെ ഇവിടെ നിന്ന് പോയതാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് പട്ടിപ്പണീസ്. അപ്പം ഞാൻ ഈ നെയിലൊക്കെ വെച്ചോണ്ട് ഈ ഡോഗ്സിൻ്റെ ഫുഡ് കൊടുക്കുന്നത് അവരെ മറ്റേ ചിലപ്പോൾ നമ്മൾ ലീഷിൽ കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ പിന്നെ അവരെ കുളിപ്പിക്കുമ്പം പിന്നെ അല്ലെങ്കിൽ അവരുടെ കൂടെ ഈ പ്ലേഫുൾ ആക്ടിവിറ്റീസിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ചിലപ്പം തട്ടയൊക്കെ ചെയ്ത് നഖം ഇളകും എൻ്റെ. അത് ആക്ച്വലി ഈ പെർമനൻറ്റ് എക്സ്റ്റൻഷൻ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തൊരു സംഭവം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും തട്ടി ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ചെറിയ തട്ടലും അതൊന്നുമല്ല. കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാ ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റും ഈ നെയിൽ വെച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ട് വല്ലതും നമുക്ക് തട്ടയിടിക്കുകയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെയിൽ ബെഡിന് ചെറിയ ചെറിയ ക്രാക്സും അങ്ങനെയൊക്കെ വരും. അപ്പം എന്തുവാ സംഭവം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊന്ന് എൻസോയെ കുളിപ്പിച്ചപ്പോഴാണെന്ന് തോന്നുന്നു. എൻസോയെ കുളിപ്പിച്ചപ്പോഴും പിന്നെ ഈ പറഞ്ഞ പോലെ അവനെ 2-3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം പിന്നെ ഫുഡ് കൊടുക്കാൻ നേരം എൻസോയെ മാത്രമല്ല ഞാൻ എല്ലാവരും കൂടി ചേർത്ത് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം അങ്ങനെയൊക്കെ കുറച്ച് റഫ് ആക്ടിവിറ്റീസ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ നഖം ആ ഒട്ടിക്കുന്ന അവിടെ നിന്ന് ഇച്ചിരി വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ എൻ്റെ നെയിൽ ബെഡിൽ കുറച്ച് ക്രാക്സ് വീണിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല.
അങ്ങനെ ഭയങ്കര വിസിബിൾ സംഭവമൊന്നുമല്ല, പക്ഷേ ഇത്രയും ചെറിയ ക്രാക്സ് ഉണ്ടെങ്കിലും താര ചേച്ചി പറയുന്നത് നമ്മൾ റിസ്ക് എടുത്തതിൻ്റെ മേളിൽ കൂടെ ഫിക്സ് ചെയ്യണ്ട, ചിലപ്പോൾ ഇൻഫെക്ഷൻ വന്നാലോ, അപ്പോൾ നമുക്കൊന്ന് ഒരു ബ്രീത്തിങ് ടൈം കൊടുക്കാം, ഒരു 2 days ഒന്ന് ഇരിക്കട്ടെ എന്ന് പറയാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സീൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എൻ്റെ കാല് ചെന്ന് കട്ടിലിൻ്റെ കാലിൽ ഒരു കിടിലമായിട്ട് ഇടിച്ചു കേട്ടോ. എൻ്റെ ടോയാണ് പോയി ഇടിച്ചത്, കാണിച്ചു തരാം, കണ്ടോ? അപ്പോൾ ഒരു സൈഡ് ഫുൾ ഇങ്ങനെ മറ്റേ കറുത്ത് വന്നിരിക്കുകയാണ്, രക്തം ചത്തിരിക്കുവാണ്. അപ്പം അതും കൂടെ ഒന്ന് ഹീലാവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആക്ച്വലി 18th 19th ഒക്കെ എനിക്ക് പ്രോഗ്രാമും ഈവൻസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് എനിക്കിത് ചെയ്താൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി അത് ചെയ്ത ആ ഒരു ഭംഗി കണ്ടിട്ട് പിന്നെ ആ നെയിൽ ഒട്ടിക്കാതെ കാല് കണ്ടിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പോയി അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. എന്നാൽ ഇന്നത്തെ പോക്ക് ഗോവിന്ദ ആയിപ്പോയി, ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് സെറ്റാക്കാം. എനിക്ക് ഒരു ചെറിയൊരു ജോലി ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. എനിക്ക് പ്രോഗ്രാമിന് വേണ്ട കുറച്ച് സർട്ടിഫിക്കറ്റ്സിൻ്റെ റൈറ്റിങ്സ് ഒക്കെ എനിക്ക് എഴുതാറുണ്ട്. അപ്പോൾ ഞാൻ അത് ചെയ്യാൻ പോവാണ്. കുറേ നാളായില്ലേ ഞാൻ സംസാരിച്ച് വ്ളോഗ് ചെയ്തിട്ട്, അപ്പോൾ എന്തോ ഒരു സ്ട്രേഞ്ച് ഫീലിംഗ്, പെട്ടെന്ന് ഒരു ടച്ച് വിട്ടുപോയതുപോലെ അങ്ങ് യൂസ്ഡ് ആയിപ്പോയി. കുറേ വിഷ്വൽസ് മാത്രം അങ്ങ് എടുക്കുന്നു, അതിനാകുമ്പോൾ വലിയ എഫേർട്ട് ഇല്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ ക്യാമറ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ടോക്കിംഗ് വ്ളോഗ് ചെയ്തിട്ട് കണ്ട കുറേ നാളായതുകൊണ്ട് ഒരു ടച്ച് വിട്ടതുപോലെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്ത് നോക്കണം ഈ വ്ളോഗ് എങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളത്. സോ ഇന്ന് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റുഡൻസ് ഒക്കെ റിഹേഴ്സലിന് വേണ്ടി വരും. അപ്പോൾ എനിക്ക് ഇന്ന് ഒരു ചെറിയൊരു പ്രൊമോ വീഡിയോ പോലൊക്കെ ഷൂട്ട് ചെയ്യണം. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫർ അനുജിത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനുജിത്തും കൂടെ ആയിട്ട് നിന്ന് കുട്ടികളുടെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഷൂട്ട് ചെയ്ത് നമ്മുടെ ഡാൻസ് സ്കൂളിൻ്റെ പേജിൽ ഇടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളായിട്ട് കാണിച്ചു തരാം, റിഹേഴ്സൽസ് ഒക്കെ കാണിച്ചു തരാം. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അരങ്ങേറ്റമാണ്. അപ്പോൾ കൂടുതൽ ഇനി അവരൊക്കെ ഉള്ളപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് പോവാം. എന്താ ഉറക്കം എണീറ്റോ? ഉറക്കം എണീറ്റോ? ഉറക്കമെല്ലാം കഴിഞ്ഞോ? മമ്മ കണ്ടില്ലല്ലോ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് കൊച്ചേബിയെ. കൊച്ചു സ്കൂളിൽ പോയോ? എന്താ വിശേഷം പറ. സ്കൂളിൽ എന്ത് ചെയ്തു കൊച്ചു? സ്കൂളിൽ എന്ത് ചെയ്തു? പറ, അത് തട്ടണ്ട കൊച്ചു, പറ എന്ത് ചെയ്തത് പറ. ഇഷൻ എന്ത് പറഞ്ഞു? ഇഷൻ എന്ത് പറഞ്ഞു? കൊച്ചബി എന്ന് പറഞ്ഞു. ഇഷൻ എവിടെ പോയി? എടപ്പോടാ. ടീച്ചർ എന്ത് പറഞ്ഞു കൊച്ചു? ടീച്ചർ എന്ത് പറഞ്ഞു? ടീച്ചർ എന്ത് പറഞ്ഞു? പടം വരയ്ക്കാൻ പറഞ്ഞ ടീച്ചർ? എന്ത് പടം വരച്ച? എന്ത് പടം വരച്ചു കൊച്ചേബി? എന്ത് പെയിന്റ് ചെയ്തു? എന്ത് വരച്ചു പറ. ബൂബു വന്നു മമ്മയ്ക്ക് കൈ. കൊച്ചു റെഡ് ഫ്ലവർ കണ്ടോ ഇന്ന്? റെഡ് ഫ്ലവർ കണ്ടോ ഇന്ന്? കയ്യില് വരച്ച? കാണുന്നില്ലേ? എവിടെ പോയി? ടീച്ചറാണോ വരച്ചത്? ടീച്ചർ എന്ത് വരച്ചതെന്ന് കയ്യില് കൊച്ചേബിയുടെ? എന്ത് വരച്ചെന്ന? ഷൂ ഫ്ലവർ വരച്ചതെന്നാ? ആണോ? പിന്നെ സൈക്കിൾ ഓടിച്ചായിരുന്നു? ഓടിച്ചാ? പാർക്കിൽ പോയായിരുന്നു? സ്ലൈഡിൽ പോയാ? സ്ലൈഡില് വീട്ടില് സ്ലൈഡിലാണോ പോയത്? പപ്പ വാങ്ങിച്ചെന്ന സ്ലൈഡിലാണോ കേറിയത്? ശരി. ഡാൻസ് കളിച്ചായിരുന്നു സ്കൂളില്? ടൊക്ക ടൊക്ക കളിച്ചാ? ആ പാട്ട് പാട്. കളിച്ചാ? എങ്ങനെ കളിച്ചു? ഡാൻസ് സ്റ്റെപ്പ് കാണിച്ചു കൊടുക്ക്, എല്ലാരും കാണട്ടെ. കളിച്ചേ? കളിക്കട്ടെ. കൊച്ചി അമ്മാട്ട് വന്നിട്ടുണ്ട്, അറിയാമോ? എങ്ങനെ അറിയാം? എങ്ങനെ അറിയാം പറ. എങ്ങനെ അറിയാം?
അമ്മ തൊട്ട് പോവാ. അമ്മട്ട് കുളിക്കാൻ പോയി, ഇപ്പൊ വരും കേട്ടോ. എന്നാലും അമ്മട്ട് ഒരു സാധനം കൊണ്ടുവന്നില്ലേ കൊച്ചേബിക്ക്? എന്ത് സാധനം കൊണ്ടുവന്നു? എന്ത് കൊണ്ടുവന്നു? ബ്ലൂ ബോൾ കൊണ്ടുവന്നു അമ്മാട്ട് അല്ലേ? അതെവിടെ പോയി കൊച്ചു? അമ്മാട്ട് കൊണ്ടുവന്ന ബോള്, അമ്മാട്ട് കൊണ്ടുവന്ന ബോൾ എവിടെ പോയി? അയ്യോ അയ്യോ. ഉറങ്ങാൻ പോണോ കൊച്ചു? ആര് കൊച്ചു കൈ വായിൽ വെക്കുന്നേ? എല്ലാരും ചോദിക്കുന്നു, ഇതാര് കൈ വായിൽ വെക്കുന്നേ? കൊച്ചിബിയാണോ കൈ വായിൽ വെക്കുന്നേ? എന്തിനാ കൈ വായിൽ വെക്കുന്നേ കൊച്ചിബി? മമ്മയ്ക്ക് കുറച്ച് ഒരാളുടെ ഞാനിവിടെ എടുപ്പിക്കാൻ പാടോട്ടുണ്ട്, അപ്പൊ എന്റെയും കൂടെ കൈ വായിൽ വെക്കാനായിട്ട്. ബാക്കിൽ ഇങ്ങനെ വട വരുന്നുണ്ട്. കുട എന്തായാലും ബാക്കിലോട്ട് പോകില്ല. ഒറിജിനൽ ഹെയർ സ്റ്റൈൽ വരുമ്പോൾ ഇങ്ങനെ ഒരു സപ്പോർട്ട് വരും. അപ്പോൾ കുട ബാക്കിലോട്ട് തന്നെ പോകില്ല. സാധ്യത എപ്പോഴും ഇങ്ങോട്ട് സ്ലിപ്പായി ഫ്രണ്ടിലോട്ടൊക്കെ പോകാനേ ചാൻസ് ഉള്ളൂ. പിന്നെ ഒരു ഹെയർ സ്റ്റൈലിലൊക്കെ കുറേ സംഭവമുണ്ട്. ടൂ മച്ച് ഷാമ്പൂ റിസ്ക്കാണ്, ടൂ മച്ച് ഓയിൽ ആണെങ്കിൽ റിസ്ക്കാണ്. അതൊരു മീഡിയം ലെവലിൽ മുടി കെട്ടിക്കൊണ്ട് വരും. പ്രശ്നമൊന്നുമില്ലല്ലോ. 12 പേരാണുള്ളത്. ഇല്ലല്ലേ? ഉണ്ടോ? ഉണ്ട്. 12 പേര്. കുറച്ച് നാളെ നോക്കാം. എത്രയും മതി. നമുക്ക് മംഗളം ഒന്ന് നോക്കാം. അത്ര സ്പീഡ് നിൽക്കണ്ട, സ്ലോ ചെയ്യാം. ഓക്കെ, മംഗളം. അത് റെഡി? 1 2 3 4. മോഹിനിയാട്ടം ഏത് കുച്ചിപ്പുടി?
യെസ്, അങ്ങനെ നമ്മുടെ ക്ലാസ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിന്റെ വീഡിയോ ഒന്നും എനിക്ക് ഒരിക്കലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ നമ്മുടെ മുട്ട ബോസ് ഉള്ളത് കൊണ്ട് എവിടെ പോണ ആ മനുഷ്യൻ അനുജത്തുള്ളത് കൊണ്ട് നമുക്ക് നിങ്ങളുടെ വ്ളോഗ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ എടുത്തിട്ടുണ്ടല്ലേ നമ്മൾ. ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഡേ ഇൻ മൈ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അന്ന് കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു വെക്കും. നമ്മുടെ സ്റ്റുഡൻസിന്റെ പ്രോഗ്രാമാണ് 18th 19th ഒക്കെ. പക്ഷെ ക്ലാസ് കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി ഒന്നുമില്ല. ചുമ്മാ പോയി തിന്നുക. ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. വേണമെങ്കിൽ ഐസ്ക്രീം കൂടെ വാങ്ങിച്ചു തരാം. ഹാജിയിൽ പോയാലോ? ഞാൻ വണ്ടി ഓടിക്കൂല. എന്തായാലും ഞങ്ങൾ ഹാജിയിലേക്ക് പോയി നമ്മൾ ഒരു ഫലൂടയൊക്കെ കഴിച്ചിട്ട് അതിന് ഡാൻസ് കളിക്കണ്ടേ? മര്യാദയ്ക്ക് പ്രോഗ്രാം കളിക്കട്ടെ. സൂപ്പർ. ഹായ് ഹായ്. ലൈറ്റ് സെറ്റ് ചെയ്തതാ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഇങ്ങനത്തെ വണ്ടിയിൽ കയറുന്നത്. നല്ല സെറ്റ് വൈബല്ലേ. സിംഗപ്പൂരിലൊക്കെ ഞാനിപ്പോഴാണ് കാണുന്നത്. പൊളി കേട്ടോ ഈ കളറ് മാറി വരണത്. അതിന് മനസ്സിലാവണോ? എന്തോ ഒരു സാൻഡ്വിച്ച് പറഞ്ഞാണ് മപ്പിന് ഇഷ്ടപ്പെട്ടത്. ഗ്രില്ലല്ലേ? സ്പെഷ്യൽ സാൻഡ്വിച്ച് അല്ലേ പറഞ്ഞത്? കൊച്ചേരി കഴിച്ചോ? ചേച്ചിയുടെ ഫുഡ് കൊച്ചേരി. കുറച്ചടിച്ചു അങ്ങനെ അടിക്കും. ഇനി കൊടുക്കും. സ്ലോ മോഷൻ ഞാൻ ഏറില്ല. ഈ കുട്ടിച്ചാത്ത കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഐഡിയാസ്. കുട്ടിച്ചാത്തനായിരുന്നല്ലതാ ചക്ക. നമ്മളെ തിരിച്ച് നമ്മള് ബരപ്പാലം. ഒത്തിരി കാറ്റ. താങ്ക് യു. വളരെ പ്രിപ്പയർഡ് ആയിരുന്നു. You want me, I want you, baby. My sugar boo, I'm levitating. The Milky Way, we're in a minute. Yeah, 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 yeah. I got you, moonlight. You're my starlight. I need you all night. Come on, dance with me.
ജ്യൂസ് വാങ്ങിക്കാൻ വന്നത് ആ മറ്റേ മാംഗോ പൾപ്പിന്റെ കൊള്ളാമോ? അങ്ങയുടെ ഓൺ റെസിപ്പിയാണ്. ആ അതാണ് അനുജിത്ത് ഇപ്പൊ ഇത്ര നേരം പറഞ്ഞോണ്ട്. ഞാൻ പറഞ്ഞു തല ഇറങ്ങിയിരിക്കുന്നു. ടൈം ലാപ്സ് ഒക്കെ ഉള്ളത്. എന്നാ പിന്നെ ഒന്നും തുടങ്ങാം. എൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിക്കരുത് കേട്ടോ. തലവേദന എടുത്ത് എനിക്ക് പൊട്ടാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഭയങ്കര ഉറക്കവും വരും. ഫുഡൊന്നും കൊടുത്ത് ഞാൻ കിടക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ചോദിച്ചാൽ അർജുൻ തൊട്ടില്ലാത്തതുകൊണ്ട് പിന്നെ ആരും വരില്ല. പക്ഷെ എല്ലാവരും ഉണ്ട് ഇവിടെ. ഫുൾ ആൾക്കാർ എല്ലാവരുമായിട്ട് സെറ്റാണ്. ഈ കല്യാണ വീഡിയോയിലൊക്കെ ഉള്ള ഫുഡ് കൊടുക്കുന്ന വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ കഴിക്കും. മറ്റേ കല്യാണത്തിന് ഫുഡ് കഴിക്കാൻ വീഡിയോ എടുക്കാൻ പറ്റും. അതുവരെ ഇങ്ങനെ കുഴച്ച് പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയപ്പോ കഴിയും. So guys, അതായിരുന്നു എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് വേറൊരു വീഡിയോ കാണാം. ലവ് യു ഗൈസ് സോ മച്ച്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ. Scheiße, so die Wiese, bitte, bye.